ഞാനും ചാറ്റ് GPT-യുമായുള്ള ബന്ധം തകർന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള, അപ്പൊ അങ്ങനെ ഒരു ഇമോഷണൽ ഡാമേജിന് പോലും ഇത് വഴിവെക്കുന്നു എന്ന തരത്തിൽ ഒരു സൂചനയാണോ ഈ കിട്ടുന്നത്? സൂചനയാണ്. അത് ഇവിടെ കൊണ്ടും നിൽക്കാൻ പോകുന്നില്ല. ഇനിയിപ്പം റോബോട്ടിക്സും AI-യും കൂടെയുള്ള ഇൻട്രാക്ഷൻ വന്ന് റിയൽ ആളുകളുടെ രീതിയിൽ ഒരു വ്യക്തിയായിട്ട് നമ്മളോട് ഇരുന്ന് സംസാരിക്കാം ചിലപ്പം. അത് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ, ഇപ്പം എന്നോട് ക്രിസ്റ്റീന സംസാരിക്കുന്ന പോലെ AI ആയിരിക്കും ഒരുപക്ഷെ നാളെ വന്ന് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ തീവ്രമാകും. അത് അപ്പം ഈ ഓരോ ടെക്നോളജി വരുമ്പോഴും അതിൻ്റെ ചലഞ്ചസും അതിൻ്റെ കൂടാണ് വരുന്നത്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്നൊന്നും ഒരു ടേണിങ് ബാക്കോ പുറകിലിട്ട് പോക്കോ ഒന്നും നടക്കത്തില്ല. കേസൊക്കെ ഉണ്ട്, കാര്യമൊക്കെ ശരിയാണ്, അത് നടക്കും. ഇത് ബിസിനസ്സാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ബിസിനസ്സിന് ഇത് കൊള്ളാവുന്ന ടെക്നോളജിയാണോ അത് അവിടെ നിലനിൽക്കും. നമ്മൾ പിന്നെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. എയുടെ കാര്യത്തിൽ നെഗറ്റീവ് മാത്രം നോക്കണ്ട. എയുടെ കാര്യം നമുക്ക് തുറന്നു തന്ന സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ എവിടെ ചെന്നാലും ഏത് നാടിനെ പറ്റിയും വളരെ ബ്രീഫായിട്ടുള്ള നമുക്കൊരു കാര്യം പെട്ടെന്ന് അറിയാനായിട്ട്, ഇപ്പം ഇതുപോലെ ചാറ്റ് GPT ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് തുറന്നു വെക്കുന്ന സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും അത് കയറി കൈ കടത്തും, അത് ഉറപ്പാണ്. ഇതിപ്പം മനുഷ്യൻ്റെ രൂപത്തിൽ അത് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ തീവ്രമാകും. അപ്പോൾ ആ ചലഞ്ചസ് വരുന്നത് അതിനെ എങ്ങനെ ഫേസ് ചെയ്യുക എന്നുള്ളത് നോക്കാനേ നമുക്ക് പറ്റും. അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ആകുകയും ചേഞ്ച് ആകുകയും ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇൻ്റർനെറ്റിൽ തന്നെ ഒരു തിരിച്ചുപോക്കില്ല, സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു തിരിച്ചുപോക്കില്ല. അതൊക്കെ വെറുതെ പറയുന്നത് തിരിച്ചു പോകുന്നതൊക്കെ. അതിൻ്റെ രൂപം മാറി പല രൂപങ്ങളിൽ അതിങ്ങനെ വന്ന് കളിച്ചുകൊണ്ടേയിരിക്കും. നാളെ അത് കുറച്ചുകൂടെ തീവ്രമാകും. ചലഞ്ചസിനെ ഫേസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ സിലബസുകളും ഫാമിലി സിസ്റ്റവും നമ്മൾ കുട്ടികളെ എങ്ങനെ നോക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഫലപ്രദമായിട്ടുള്ള ഓപ്ഷൻ. ഇതെല്ലാം തെറ്റാണ്, പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ പോലും ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. അവരതൊന്നും കൊടുക്കാതെ അവർ വളർന്നു കഴിഞ്ഞാൽ അവർ എങ്ങും പോയി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ആകുക, ചേഞ്ച് ആകുക എന്നുള്ളത് തന്നെയാണ്.